അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടിയൊരു വാർത്തയായിരുന്നു ഒയ്യൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം. ഈ സംഭവത്തിൽ 3 പ്രതികളാണ് നിലവിലുള്ളത്. പത്മകുമാർ, ഭാര്യ അനിതാകുമാരി, മകൾ അനുപമ എന്നിവരാണ്. തട്ടിക്കൊണ്ടുപോകലിനായി 1 വർഷം നീണ്ട പ്ലാനാണ് പത്മകുമാറിൻ്റെ കുടുംബം തയ്യാറാക്കിയിരുന്നത് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. 10 ലക്ഷം രൂപ ആവശ്യപ്പെടാനായിരുന്നു തീരുമാനം. കുടുംബത്തിൻ്റെ കടുത്ത സാമ്പത്തിക പ്രശ്നം അലട്ടിയിരുന്നതിനാലാണ് മോചനദ്രവ്യത്തിനായി ഇവർ ഈ കുറ്റകൃത്യം ചെയ്തതെന്നാണ് വിവരം. പത്മകുമാർ, ഭാര്യ അനിത, മകൾ അനുപമ എന്നിവർ കേസിൽ പ്രതികളുമാണ്. അതേസമയം കുട്ടിയുടെ വീട്ടിലേക്ക് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വിളിച്ചത് പത്മകുമാറിൻ്റെ ഭാര്യ അനിതാകുമാരിയായിരുന്നു. ഇവരുടെ ശബ്ദം ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ തിരിച്ചറിഞ്ഞതിലൂടെയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം മാതാവിൻ്റെ ഫോണിലേക്ക് 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടായിരുന്നു അനിതാകുമാരിയുടെ ഫോൺ കോളും. ഈയൊരൊറ്റ ഫോൺ കോളിൽ നിന്നാണ് പ്രതികളുള്ളിടത്തേക്ക് പോലീസ് എത്തിയതും കേസിന് വഴിത്തിരിവായതും. ആയതിനാൽ തന്നെ ഒയ്യൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികളെ പിടികൂടാൻ സഹായിച്ച വ്യക്തി ആരാണെന്ന് വെളിപ്പെടുത്തിയേക്കും. പ്രതി അനിതാകുമാരിയുടെ ശബ്ദം തിരിച്ചറിഞ്ഞത് പോലീസിന് വിവരം നൽകിയതും ഈ ഒരു വനിതയാണ്. ഇതിന് പിന്നാലെയാണ് പ്രതികളിലേക്ക് പോലീസിന് വേഗത്തിൽ എത്തിച്ചേരാൻ സാധിച്ചതും അവരുടെ മൂവ്മെൻറ്റ് പോലീസിന് അറിയുവാൻ സാധിച്ചതും. ഇവരുടെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അനിതാകുമാരിയുടെ പരിചയക്കാരിയാണ് ഈ വനിത എന്നതാണ് മറ്റൊരു വസ്തുത. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു. ഈ സ്ത്രീ ആരാണെന്ന് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. ഇത്രയും നാളുമായിട്ട് സാക്ഷി പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. എന്നാൽ ഈ വിചാരണ വേളയിൽ ആവശ്യമായി വന്നാൽ ഇവരെ പുറത്ത് അവതരിപ്പിക്കാനാണ് പോലീസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതും. കുട്ടിയെ മോചിപ്പിക്കുവാൻ പോലും ഇവരുടെ ഇടപെടൽ കാരണമായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരവും. ആയതിനാൽ തന്നെ ഈ സ്ത്രീ ആരാണെന്നറിയുവാൻ കേരളക്കര ഒറ്റുനോക്കുകയാണ്. കാരണം എന്തെന്നാൽ അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിച്ചൊരു കേസായിരുന്നു ഇത്. വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം. വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.